രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവാക്കൾ ഒഴുകിയെത്തുന്നു, സാധാരണക്കാർ ഒഴുകിയെത്തുന്നു. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. I'm going for the protest today and let's see what's in my bag. ഞാൻ സാരിയെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കാര്യത്തിൽ കൂടുതലല്ലേ? പെസ, കൊട, ക്യാപ്, സൺസ്ക്രീൻ ജാക്കറ്റ് for sure. ഈ ഷർട്ടോ നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. Sunglasses, തണ്ണി, പെപ്പർ സ്പ്രേ ജസ്റ്റ് ഇൻ കേസ്. It's definitely going to be a peaceful protest. അവിടെന്താ കഥകളി ഉണ്ടോ? വാട്ട്? അല്ല കത്തിവേഷങ്ങൾ. ഏതെങ്കിലും മനുഷ്യർ ആശുപത്രിയിൽ പാർട്ടി വരടോടാ. പിന്നെന്താ കുഴപ്പം? ഓരോരുത്തർക്ക് ഓരോ കംഫർട്ട് ഇല്ലേ? എന്റെ കംഫർട്ട് ഇതാണ്. Let's get ready with me to go to my first ever protest. ഇതെന്ത് തേങ്ങയുടെ പൈലേ? ഇതാണ് കഴുത ജീവിതം. I'm wearing a very comfortable black and white outfit. ഞാൻ തുണി എടുത്തിട്ടുണ്ട്. നീ തുണി എടുത്താൽ നിനക്ക് കൊള്ളാം. എടാ നിന്റെ തുണി. താങ്ക്സ്. Black represent our dark future and this white represent our government. I mean they don't care about the future. പലരെ ഞാൻ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അവർക്ക് പോലും ഉള്ളിൽ എന്നോട് നല്ല അസൂയുണ്ട്. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണോടാ. Anyways, their future is bright and secure if they don't care about us. Some perfume. വായിൽ വെള്ളി കരണ്ടിയുമായി ജനിച്ചു എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ നിനക്കൊക്കെ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. I'm fixing my hair because my hair can be fixed but never the government or people's mindset. ഇതിനെക്കാട്ടി നല്ലതേ നീ മുഴുവനാടാ. ഇത് ട്രെൻഡാണ് ഇപ്പോഴത്തെ. ഒരിക്കലും ഡൽഹി പ്രൊട്ടസ്റ്റേഴ്സിനെ കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. ഞാനതൊരു ജെൻസി പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് മാത്രമേ ആ വീഡിയോനെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തർ മൂപ്പിച്ചിട്ടല്ലേ. കാരണം നേപ്പാളിലും ഇന്തോനേഷ്യയിലും ഈവൻ നോർത്തിലടക്കം ജെൻസി പ്രൊട്ടസ്റ്റ് ഭയങ്കര കോമൺ ആണ്. രാഷ്ട്രം നയിച്ചുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷ നിബിഡമായിരുന്നു. സർക്കാസ്റ്റിക് രീതിയിൽ ഗവൺമെന്റിനെ കളിയാക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. ഞാനും അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പാപ്പ ക്ഷമിക്കണം. എന്തോന്ന് ക്ഷമിക്കാൻ? നിനക്കോ വിവരമില്ല, കൂടെ നടക്കുന്നവനെങ്കിലും വിവരം വേണ്ടേ? നോർത്തിലെ ഓഡിയൻസ് അല്ല നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് എന്ന് എനിക്കറിയാം. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു 10 വട്ടമെങ്കിലും ചിന്തിക്കണം. ഞാനത് ചിന്തിച്ചില്ല, എന്റെ ഭാഗത്ത് അത് മിസ്റ്റേക്ക് ആണ്, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തും ചിലപ്പോ ദേഷ്യം വന്നാൽ പുളിച്ച തെറി വിളിച്ചെന്നിരിക്കും. പിന്നെ ഞാൻ 2-3 ഫീമെയിൽ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടു. ഇതുവരെ ഈ സംഭവത്തിനെ പറ്റി ഒരു സ്റ്റോറി പോലും ഒന്നും പ്രതികരിക്കാത്ത ആൾക്കാർ ഇന്നലെ ഞാനും റെനയും വീഡിയോ ഇട്ടപ്പോ അതിനെതിരെ സംസാരിച്ചിട്ട് രാജ്യദ്രോഹി എന്നൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ അവിടെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രതികരിച്ച ഒരുപാട് ഫീമെയിൽ ക്രിയേറ്റേഴ്സിലൊന്നും പൊടി പോലും അവിടെ ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങളാണോ വെയിലും മഴയും നോക്കാണ്ട് രാവിലെ ഉച്ചയ്ക്കും പാരസെറ്റമോളും മെഫ്താലും കഴിച്ച് ഇന്നലെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി എന്നെ കുറ്റം പറയുന്നത്? എന്നെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത്? മനുഷ്യനാദ്യം എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇത് സംസാരിച്ച നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് സംസാരിക്കും. അവന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും. ആസാദി 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 ആസാദി